ക്ലാസ് കഴിഞ്ഞ് വന്നാൽ പിന്നെ എന്താണെന്നറിയില്ല, ഭയങ്കര വിശപ്പാണ്. അതുകൊണ്ട് തന്നെ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി ഇന്ന് നമ്മുടെ സ്ഥിരം സ്പോട്ടിലേക്കാണ് പോകുന്നത്. ഈടെ ആണെങ്കിൽ കുറേ ചായക്കടികളുണ്ട്, പക്ഷെ നമുക്ക് നല്ല വിശപ്പാണല്ലോ, അപ്പം ചായക്കടി തികയില്ല. അതുകൊണ്ട് നമ്മൾ വെയിറ്റ് ആക്കിക്കൊണ്ടിരുന്നു. അങ്ങനെ വെയിറ്റ് ആക്കി കുറേ നേരം കഴിഞ്ഞിട്ടാണ് പിന്നെ ഫുഡ് എത്തിയത്. ഫുഡ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കാനില്ല, പിന്നെ നമ്മൾ ഫുൾ കോൺസെൻട്രേഷൻ ഫുഡിലായിരിക്കും. അങ്ങനെ ഫുഡെല്ലാം ആസ്വദിച്ച് കഴിക്കുന്ന ഒരു കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് പതിയെ ഇറങ്ങാൻ തീരുമാനിച്ചു. ഇനി ബാക്കി കലാപരിപാടികളൊക്കെ ഫോറം മോളിലാണ്. അങ്ങനെ പോകുമ്പോഴാണ് നമ്മളെ ഓണറിനെയും വൈഫിനെയും നമ്മുടെ ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടത്. പാവം ഓണർ, ഇതെല്ലാം കണ്ടിട്ട് എന്നെ കൊല്ലാണ്ട് വിട്ടാൽ മതിയിരുന്നു. ഭക്ഷണത്തിന് ശേഷം കുറച്ച് മധുരമാവാലോ, അതാണല്ലോ ഒരു നാട്ടു നടപ്പ്. പക്ഷെ ഇതൊരു ശീലമാക്കണ്ടെന്ന് ഞാൻ എന്നോട് തന്നെ പറഞ്ഞ് അങ്ങനെ നമ്മൾ കുറച്ച് കേക്കെല്ലാം കഴിച്ച് ഞങ്ങൾ സന്തോഷത്തോടെ, എത്ര എന്ന് പറഞ്ഞാലും മധുരം കഴിക്കുന്ന ഒരു സന്തോഷം വേറെ ഒന്നും കിട്ടൂല. പക്ഷെ ഞാനത് പ്രോത്സാഹിപ്പിക്കുന്നില്ല. അത് കഴിഞ്ഞ് നമ്മളിതാ ഈ സ്ക്രീനിൽ ഇവർ നടന്ന് വരുന്നത് നോക്കിക്കൊണ്ട് ഒരു ദിവസം ഞാനിങ്ങനെ വരുമെന്നും പറഞ്ഞിരിക്കുകയായിരുന്നു. കുറേ കുട്ടികളൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. അത് കണ്ട് ഒരാൾ വിഷമിച്ചിരിക്കുകയാണ്. പിന്നെ നമുക്കൊരു സംശയം വന്നേ, ഈ അഡ്വർടൈസ്മെന്റ് ഒക്കെ അവരെങ്ങനെ ഇതിന്റെ മേലെ കയറിയിട്ട് തൂക്കിയിട്ടേക്കുന്നത്? അങ്ങനെ പിന്നെ ആ സംശയമൊക്കെ കഴിഞ്ഞ് നേരം കുറച്ച് വൈകിയേ, അപ്പൊ നമ്മൾ നേരെ പോവാൻ തുടങ്ങിയിരുന്നു. അപ്പോഴാണ് ഒരു ട്വിസ്റ്റ് സംഭവിച്ചത്. അതെന്താണെന്നറിയാൻ അടുത്ത ഷോർട്സ് എന്തായാലും കാണണം. അപ്പൊ ബാക്കി വിശേഷം അടുത്ത ഷോർട്സിൽ.